ओम गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण गुरुराध्यां शिवलिंगार्य मध्यमां श्रीबोधानंद संसरन्तीं अस्मदाचार्य पर्यन्तां शिष्य संघान्वितां शुभां गुरुचैतन्य समन्वितां दिव्यां ज्ञानप्रवाहिनीं वन्दे तां चेतनां पुनः। ॐ श्रीनारायण परमगुरवे नमः। ॐ श्री ശാരദാംബികായൈ നമഃ. സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ഇന്ന് ഈ പഠന ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഗുരുധർമ്മ പഠിതാക്കൾ, ഗുരുദേവ വിശ്വാസികൾ, സജ്ജനങ്ങൾ, എല്ലാവർക്കും സ്വാഗതവും നമസ്കാരവും നേരുന്നു. പഞ്ചരത്നമാല കോഴ്സ് എന്ന 5 കൃതികളുടെ പഠനത്തിന്റെ പരമ്പരയിൽ ശാരദാഷ്ടകം കഴിഞ്ഞ് രണ്ടാമത്തെ കൃതിയാണ് നമ്മൾ ഇന്ന് അധ്യയനം ചെയ്യാൻ പോകുന്നത്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ശിഷ്യോത്തമൻ ദിവ്യശ്രീ നിശ്ചലദാസ് സ്വാമികൾ രചിച്ച ഭക്തിയും ജ്ഞാനവും സമന്വയിച്ച മനോഹരമായൊരു കൃതിയാണ് മൃത്യുഞ്ജയ അഷ്ടകം എന്നുള്ളത്. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നിർവഹിച്ച് അവിടെ തന്നെ ഒരു ഗുരുകുലം സമാരംഭിച്ച് ഭഗവാന്റെ ശിഷ്യന്മാരെ സാമ്പ്രദായികമായ അറിവുകൾ പഠിപ്പിച്ച കാര്യം നമുക്കറിയാം. അന്ന് ആശ്രമത്തില് ഗുരുകുലത്തിൽ അന്തേവാസികളായിട്ട് ശിവലിംഗദാസ് സ്വാമികള്, ഭൈരവൻ ശാന്തി സ്വാമികള്, ചൈതന്യ സ്വാമികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ അന്തേവാസിയായി പഠിച്ച മഹാത്മാവായിരുന്നു അരുമാനൂർ നാണു എന്നറിയപ്പെടുന്ന ദിവ്യശ്രീ നിശ്ചലദാസ് സ്വാമികൾ. ഒരേ സമയം തൻ്റെ അപാരമായ ഉപാസന സാധനയിലൂടെ സിദ്ധ പദവിയിലേക്ക് ഉയരുകയും അതേസമയം വലിയ പാണ്ഡിത്യം നേടി ഒരു പണ്ഡിതനായി കൂടി അറിയപ്പെട്ട മഹാപുരുഷനായിരുന്നു നിശ്ചലദാസ് സ്വാമികൾ. സ്വാമി തൃപ്പാദങ്ങള് മഹാസമാധിയെ പ്രാപിക്കുന്നതിൻ്റെ അനേക വർഷങ്ങൾ മുമ്പ് തന്നെ ചെറുപ്രായത്തില് ദിവ്യശ്രീ നിശ്ചലദാസ് സ്വാമികള് ഇഹലോകവാസം ഉപേക്ഷിക്കുകയുണ്ടായി. ഗുരുദേവൻ അരുവിപ്പുറം ഗുരുകുലത്തിൽ ശിഷ്യന്മാരെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ശിഷ്യന്മാരെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് കാശിയിലും മറ്റും അയക്കുകയുണ്ടായി. അങ്ങനെ കാശിയിലേക്ക് അയച്ച വ്യക്തിത്വമായിരുന്നു നിശ്ചലദാസ് സ്വാമികൾ. കാശിയിൽ പോയി സംസ്കൃത ഭാഷയിലും വേദവേദാന്ത ന്യായ തർക്ക മീമാംസാ മേഖലയിലും വലിയ അറിവ് നേടി തിരിച്ചു വന്ന് വിവിധ ദേശങ്ങളിൽ നിശാപാഠശാലയുടെ ആചാര്യനായി അനേകർക്ക് അറിവിനെ പകർന്നു കൊടുത്തു. സ്വാമികളുടെ നിരവധിയായ പ്രൗഢഗംഭീരങ്ങളായ കൃതികള് ശിവഗിരി മഠം കണ്ടെടുത്തിട്ടുണ്ട്, പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഹൃദയസ്പർശിയായ നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഭക്തിയെ ഉണർത്തുന്ന മനോഹരമായ ഒരു കൃതിയാണ് മൃത്യുഞ്ജയ അഷ്ടകം എന്ന് പറയുന്നത്. 8 ശ്ലോകങ്ങൾ ഉണ്ട്. ഒന്നാമത്തെ ശ്ലോകം: സത്യം സനാതനമഖണ്ഡമനന്തമാദ്യം ചിദ്രൂപമേകമമലം ശിവമാതിമൂർത്തിം അദ്രീശമർക്കഹുതബും നയനം പുരാരിം മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം. ഒന്നുകൂടി ചൊല്ലാം:
സത്യം സനാതനമഖണ്ഡമനന്തമാദ്യം ചിദ്രൂപമേകമമലം ശിവമാദിമൂർത്തിം അദ്രീശ്യമർക്കഹുതബും നയനം പുരാരിം മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം. അവസാനത്തെ വരിയിൽ ഭജേഹം എന്നുണ്ട്. അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു നടത്തും. അപ്പൊ ഞാൻ ആരെയാണ് ഭജിക്കുന്നത്? അഹം മൃത്യുഞ്ജയം ഭജേ, ഞാൻ മൃത്യുഞ്ജയ ഭഗവാനെയാണ് ഭജിക്കുന്നത്. മൃത്യുഞ്ജയം എന്നുള്ള പദം അവസാനത്തെ വരിയിൽ ആദ്യം വരുന്നുണ്ട്. മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം. അഹം മൃത്യുഞ്ജയം ഭജേ, ഞാൻ മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. ബാക്കി ശ്ലോകത്തിൽ തന്നിരിക്കുന്ന എല്ലാ പദങ്ങളും മൃത്യുഞ്ജയം എന്ന് പറയുന്ന മുഖ്യ പദത്തിന്റെ വിശേഷണങ്ങളാണ്. സത്യം, സനാതനം, അഖണ്ഡം, അനന്തം, ആദ്യം, ചിദ്രൂപം, ഏകം, അമലം, ശിവം, ആദിമൂർത്തിം, അദൃശ്യം, അർക്കം, ഹുദബും നയനം, പുരാരി. ഇങ്ങനെ ഇത്രയും വിശേഷണങ്ങൾ മൃത്യുഞ്ജയം എന്ന വിശേഷ്യത്തിന്റെ വിശേഷണങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ഓരോന്നിനും ചേർത്ത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം കിട്ടും. അഹം സത്യം മൃത്യുഞ്ജയം ഭജേ, ഞാൻ സത്യസ്വരൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. അഹം സനാതനം മൃത്യുഞ്ജയം ഭജേ, ഞാൻ സനാതനമായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. അഹം അഖണ്ഡം മൃത്യുഞ്ജയം ഭജേ, ഞാൻ അഖണ്ഡ സ്വരൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. അഹം അനന്തം മൃത്യുഞ്ജയം ഭജേ, ഞാൻ അനന്തമായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. അഹം ആദ്യം മൃത്യുഞ്ജയം ഭജേ, ഞാൻ ആദ്യ സ്വരൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. അഹം ചിദ്രൂപം മൃത്യുഞ്ജയം ഭജേ, ഞാൻ ചിദ്രൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. അഹം അമലം മൃത്യുഞ്ജയം ഭജേ, ഞാൻ അമലനായ മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. അഹം ആദിമൂർത്തി മൃത്യുഞ്ജയം ഭജേ, ഞാൻ ആദിമൂർത്തിയായ ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. അഹം അദൃശ്യം മൃത്യുഞ്ജയം ഭജേ, ഞാൻ അദൃശ്യനായ പർവ്വതങ്ങളുടെ നാഥനായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. അഹം അർക്കഹുദഭും നയനം മൃത്യുഞ്ജയം ഭജി, ഞാൻ അർക്കഹുദഭും നയനനായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. അഹം പുരാരി മൃത്യുഞ്ജയം ഭജി, ഞാൻ ത്രിപുരന്റെ അരിയായ ശത്രുവായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. അഹം മൃഗകിശോരധരം മൃത്യുഞ്ജയം ഭജി, ഞാൻ മൃഗകിശോരധരനായിരിക്കുന്ന മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകത്തിന്റെ പ്രതിപാദ്യ ദേവൻ എന്ന് പറയുന്നത് മൃത്യുഞ്ജയ ഭഗവാനാണ്. നമുക്കറിയാം, ശിവന്റെ ഭാവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധവും അനേകര് ഭഗവാനെ ഉപാസിക്കുന്നതുമായ മന്ത്ര ഹോമാദി സാധനകളിലൂടെ ഉപാസിക്കുന്നതുമായ ഒരു ഭാവമാണ് മൃത്യുഞ്ജയം എന്നുള്ളത്. അപ്പൊ ആ വാക്കിന്റെ അർത്ഥം തന്നെ മരണത്തെ ജയിക്കുക എന്നാണ്. മൃത്യുഞ്ജയതി ഇത് മൃത്യുഞ്ജയം, മരണത്തെ ജയിക്കുന്നത് എന്തോ അത് മൃത്യുഞ്ജയം. അപ്പൊ ഭഗവാന്റെ വിവിധ ലീലാഭാവങ്ങളിൽ ഈ മൃത്യുഞ്ജയ ഭാവം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഭഗവാനെ കുറിച്ച് അനുസന്ധാനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ഏറ്റവും പ്രസിദ്ധമായ ഒരു കഥയാണ് മാർക്കണ്ഡേയന്റെ കഥ. നമുക്കറിയാം, മൃഗണ്ടു എന്ന് പറയുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അനേക കാലം കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അവർ ഏറെ ദുഃഖിതരായിരുന്നു. അതുകൊണ്ട് നിരന്തരം ഈശ്വരോപാസന ചെയ്തു, ശിവഭഗവാനെ ഉപാസിച്ചു, വഴിപാടുകൾ ചെയ്തു, പൂജകൾ ചെയ്തു, തീർത്ഥയാത്രകൾ നടത്തി. ഇങ്ങനെ ഭഗവാനെ ഉപാസിച്ചതിന്റെ ഫലമായി ഭഗവത് അനുഗ്രഹം അവർക്ക് ഉണ്ടായി. ഭഗവാന്റെ അരുളപ്പാടുണ്ടായി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സാധനയും തപസ്സും അതിന് അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. 2 നിർദ്ദേശം ഞാൻ തരുന്നു, ഏതെങ്കിലും ഒരു നിർദ്ദേശത്തെ സ്വീകരിക്കാം. ഒന്ന് എന്ന് പറയുന്നത് യാതൊരു ബുദ്ധിയോ വകതിരിവോ ഇല്ലാതെ അധർമ്മിയായി ജീവിക്കുന്ന ദീർഘായുസ്സുള്ള ഒരു മകൻ. 2 എന്ന് പറയുന്നത് അത്യധികം വിവേകശാലിയും ബുദ്ധിയുമുള്ള സദ്ഗുണസമ്പന്നനായ, എന്നാൽ 16 വയസ്സുവരെ മാത്രം പ്രായം, അത്രയും കാലം മാത്രം ജീവിക്കുന്ന ഒരു മകൻ. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾക്ക് സ്വീകരിക്കാമെന്ന് പറയുകയും മൃഗണ്ടു അതില് 2ാമത്തെ കാര്യത്തെ സ്വീകരിച്ച് ധർമ്മനിഷ്ഠനായ ഒരു മകൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് ഉണ്ടായ മകനാണ് മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയന്റെ പ്രായം കൂടിക്കൂടി വരുന്തോറും, അതായത് 16 വയസ്സ് അടുക്കുന്തോറും
മാതാപിതാക്കൾക്ക് വലിയ ദുഃഖം ഉണ്ടായിരുന്നു, വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു മകൻ ഞങ്ങളെ നിശ്ചയമായിട്ടും വിട്ടുപോകുമെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോ ഏതാണ്ട് ഒരു 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സിന്റെ ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ അതീവ ദുഃഖിതരായി തീരുന്നത് മാർക്കണ്ഡേയന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ എത്ര ആലോചിച്ചിട്ടും എന്താണ് ഇതിന്റെ കാരണമെന്ന് അറിയുന്നില്ല. കാരണം മാർക്കണ്ഡേയൻ അതീവ മാതൃഭക്തിയും പിതൃഭക്തിയും ഒരു ഉത്തമ മകനായിരുന്നു. തന്റെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും മാതാപിതാക്കൾക്ക് നേരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ഇവരുടെ ദുഃഖത്തിന്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അച്ഛനും അമ്മയും ഈ സംഭവ വികാസങ്ങളൊക്കെ പറഞ്ഞു. 16 വയസ്സ് പൂർത്തിയാകുമ്പോൾ നീ ഞങ്ങളെ വിട്ടുപിരിയും എന്നതാണ് നിയതി. ആ നിയതിയെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, സമാധാനമായി ഇരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ആകെ അസ്വസ്ഥരാണ്, ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ല, നീ ഞങ്ങളെ വിട്ടുപിരിയുന്നത് ഒരു കാരണവശാലും സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു. മാർക്കണ്ഡേയൻ ഭഗവാന്റെ ഉറച്ച ഭക്തനായിരുന്നു, വിശ്വാസിയായിരുന്നു. അകാല മരണം തന്നെ തീണ്ടുകയില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച നിശ്ചയം മാർക്കണ്ഡേയൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞ് മാതാപിതാക്കളെ സമാധാനിപ്പിച്ച് ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഒരു നദീതീരത്ത്, ചില ഗ്രന്ഥങ്ങളിൽ സമുദ്രതീരത്ത് എന്ന് പറയുന്നു, എന്തായാലും ഒരു നദീതീരത്ത്, ഒരു ജലാശയത്തിന്റെ തീരത്തേക്ക് പോയി ഒരു ശിവലിംഗം അവിടെ പ്രതിഷ്ഠിച്ചു തീവ്രമായ പ്രാർത്ഥനയിലും ഉപാസനയിലും മുഴുകി. ആ സമയത്ത് മാർക്കണ്ഡേയന്റെ ആ കാലമെടുത്ത സമയത്ത് നമുക്കറിയാം, ഈ ലോകത്തിൻ്റെതായ ചില അഡ്മിനിസ്ട്രേഷൻ സംവിധാനങ്ങളുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന, നിയമിച്ചതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്ലാനിംഗ് ബോർഡുണ്ട്. അതിനെ നമുക്ക് ഈശ്വരൻ എന്ന് പറയാം, ദൈവം എന്ന് പറയാം, ഒക്കെ പറയാം. പക്ഷെ ആ ഈശ്വരൻ പോലും മറ്റുള്ള പ്രാപഞ്ചിക സംവിധാനങ്ങളുടെ ഡ്യൂട്ടിയിൽ ഒരിക്കലും ഇടപെടില്ല. ജനനം, മരണം, മാറ്റങ്ങൾ, ഇതെല്ലാം ഓരോരുത്തരുടെ ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടില്ല. മരിക്കേണ്ടവർ കൃത്യസമയത്ത്, അത് എത്ര വലിയ മഹാത്മാവായാലും മഹാരാജാവായാലും ആരായാലും മരിക്കേണ്ടവർ കൃത്യസമയത്ത് മരിക്കും, ജനിക്കേണ്ടവർ കൃത്യസമയത്ത് ജനിക്കും. എന്തൊക്കെ മാറ്റങ്ങളാണോ പ്രകൃതിയിൽ സംഭവിക്കേണ്ടത് അതൊക്കെ കൃത്യസമയത്ത് നടക്കും. ഇതിനൊന്നും ഈ പ്രാപഞ്ചിക നിയമങ്ങളൊന്നും ഇടപെട്ട്, ആ പ്രാപഞ്ചിക നിയമങ്ങളിൽ ഇടപെട്ട് അതിൽ പരിവർത്തനപ്പെടുത്താൻ മനുഷ്യന് സാധിക്കില്ല. മനുഷ്യൻ അവന്റെ ചെറിയ ലോകത്ത്, അവന്റെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താം. ഈ ചുമരിൽ ഇച്ചിരി പെയിന്റ് അടിക്കാം, ആ ചുമരിൽ ഇച്ചിരി പെയിന്റ് അടിക്കാം, മകനെ മകളെ വിവാഹം കഴിപ്പിച്ചയക്കാം, ഇച്ചിരി യാത്ര ചെയ്യാം. അങ്ങനെ അല്പാൽപ്പം മാത്രം മനുഷ്യന് തന്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ട്. നേരെ മറിച്ച് മഴക്കാലം വരാൻ പാടില്ല, മഞ്ഞുകാലം വരാൻ പാടില്ല, സൂര്യൻ നാളത്തോട്ട് പടിഞ്ഞാറ് ഉദിച്ചാൽ മതി എന്നൊന്നും മനുഷ്യൻ എത്ര പുരോഗമിച്ചു കഴിഞ്ഞാലും, ശാസ്ത്രം എത്ര പുരോഗമിച്ചു കഴിഞ്ഞാലും ഈ പ്രാപഞ്ചിക നിയമങ്ങളെ മാറ്റിമറിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതേപോലെ ഒരു പ്രാപഞ്ചിക നിയമമാണ് മരണം എന്നുള്ളത്. മരണത്തെ ഒരു കാരണവശാലും മാറ്റിമറിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഉറച്ച പ്രാപഞ്ചിക നീതിയെ തന്റെ മകന് മറികടക്കാൻ കഴിയില്ല എന്നുള്ള ദുഃഖത്തിലായിരുന്നു വാസ്തവത്തിൽ മാർക്കണ്ഡേയനുള്ളത്. അല്ല, മകനാകട്ടെ ഭഗവാനോടുള്ള അത്യധികമായ ഭക്തി, ആ ഭക്തിയുടെ കരുത്ത് ആ മകനിൽ ശുഭാപ്തി വിശ്വാസത്തെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ പൂജ ചെയ്യുന്ന വേളയിൽ സമയമായ ആ ഘട്ടത്തിൽ, ആ കൃത്യമുഹൂർത്തത്തിന്റെ തൊട്ട് മുമ്പ് യമദൂതന്മാര് വരികയും ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ആ മുഖത്തുള്ള അസാമാന്യമായ ആത്മീയ തേജസ്, ദിവ്യത്വം കാരണം അവര് ഭയന്ന് വിറച്ച് തിരികെ പോയി. അയ്യോ രാജാവെ, നമുക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കില്ല, അദ്ദേഹം വലിയൊരു സിദ്ധനാണ്, തപസ്സിന്റെ തീവ്രമായ അവസ്ഥയിൽ മുഴുകിയിരിക്കുകയാണ്, എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? അപ്പൊ യമൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ പ്രകൃതി നിയമങ്ങൾ കൃത്യമായിട്ട് നടക്കുക തന്നെ വേണം എന്ന് കരുതി താഴേക്ക് വരികയും മൃത്യുപാശം, യമന്റെ കയ്യിലുള്ള മൃത്യുപാശം എറിഞ്ഞ് മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് മാർക്കണ്ഡേയൻ ശിവലിംഗത്തില് കെട്ടിപ്പിടിച്ച് ഭഗവാൻ ഉറക്കെ വിളിച്ചു. ഉടനെ ശിവലിംഗത്തിൽ നിന്ന് ഭഗവത് ചൈതന്യം മഹാദേവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് യമനെ പൂർണ്ണമായും ഭസ്മമാക്കി കടന്നു. ഇവിടെ ചിന്തിക്കേണ്ട വിഷയം, ലോകത്തിലെ എല്ലാത്തിൻ്റെയും സംഹാരകൻ വാസ്തവത്തിൽ യമനാണ് ആ ഡ്യൂട്ടി ഉള്ളത്. മരണത്തിന്റെ ദേവതയാണ്. ആ മരണത്തിന്റെ ദേവതയെ പോലും ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ഭക്തന് വേണ്ടി ഭസ്മമാക്കി കളഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ മഹാകാലൻ എന്ന് പറയും. അപ്പൊ തീവ്രമായ തപസ്സിലൂടെ മൃത്യുവിനെ മാർക്കണ്ഡേയൻ മറികടന്നു. ആ മൃത്യുവിനെ പോലും ഇല്ലാതാക്കി, മൃത്യുവിനെ പോലും മറികടക്കാൻ കാരണം ഭഗവാനോടുള്ള അദ്വിതീയമായ ഭക്തിയാണ്, ഉപാസനയാണ്. അപ്പൊ ശിവന്റെ ഈ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ലോകർ ഭഗവാനെ മൃത്യുഞ്ജയൻ എന്ന് പറയുന്നു, മരണത്തെ പോലും മറികടക്കും. ഇവിടെ നമുക്ക് ശ്രദ്ധേയമായ ചില വിഷയങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരു ഭക്തന് വേണ്ടി ലോകത്തിലെ ഏത് പ്രാപഞ്ചിക നിയമങ്ങളും മാറ്റിമറിക്കാൻ ഈശ്വരന് കഴിയും
ഭഗവാന് കഴിയുമെന്നുള്ളത് നമ്മുടെ ഉള്ളിലൊക്കെ വലിയ ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷയെ അറ്റിരിക്കുന്ന വേളയിൽ ഇനി എനിക്ക് ആരും സഹായമില്ല എന്ന് കരുതി നമ്മൾ വിലപിക്കാറുണ്ട്. എന്നാൽ ഭഗവാനുമായിട്ടുള്ള ഉറച്ച ബന്ധമുണ്ടാക്കി കഴിഞ്ഞാൽ ഏത് നിയമത്തെയും, ഏത് പ്രാപഞ്ചിക നിയമത്തെയും അല്ലെങ്കിൽ എന്തിനേയും മാറ്റിമറിച്ച് ഭഗവാന് നമ്മെ നേർവഴിയിൽ കൊണ്ടുവരാൻ, വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഭഗവാന്റെ ഈ മൃത്യുഞ്ജയ അവതാരം മാർക്കണ്ഡേയന്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മെ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഭക്തന്റെ പുറകിൽ ഭഗവാനുണ്ട്. ഈ രീതിയിൽ ഭഗവാനെ, ശിവനെ മൃത്യുഞ്ജയ ഭാവത്തില് ഭാരതീയർ ആരാധിക്കാറുണ്ട്. അതേപോലെ തന്നെ പാലാഴി മദനം എന്നൊരു സന്ദർഭം, ചില ശാപങ്ങൾ കാരണം ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കുകയുണ്ടായി. അപ്പൊ ആ ജരാനരകൾ ബാധിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവര് ലോകം മൊത്തം അലഞ്ഞു. അവസാനം ഒരു ഉപായം കണ്ടെത്തി. പാലാഴി കടഞ്ഞെടുത്ത് അതിൽ നിന്ന് വരുന്ന അമൃത് സേവിച്ചു കഴിഞ്ഞാൽ ജരാനരകളൊക്കെ ഒഴിവാകാം, വീണ്ടും ദേവത്വം തിരിച്ചു വരും എന്നുള്ള ഉപായത്തെ മനസ്സിലാക്കിയത് കൊണ്ട് അസുരന്മാരുമായിട്ട് സന്ധി ചെയ്ത് അവരെന്ത് ചെയ്തു? പാലാഴി കടഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഈ കഥ, ഈ പൗരാണികമായ കഥ പ്രസിദ്ധമാണ്, നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അങ്ങനെ പാലാഴി കടഞ്ഞെടുക്കുന്ന വേളയിൽ ഏറ്റവും ആദ്യം പുറത്തു വന്നത് ഹാലാഹലം, കാളകൂട വിഷമാണ്. ആ കാളകൂട വിഷം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു? ആ വിഷം തന്നിലേക്ക് പാനം ചെയ്തു. വാസ്തവത്തിൽ മഹാദേവന്റെ ഉള്ളിലും മഹാപ്രപഞ്ചം കുടികൊള്ളുന്നുണ്ട്. ഭഗവാന്റെ പുറത്ത് മാത്രമല്ല, ഭഗവാന്റെ ഉള്ളിലും. കാരണം ഭഗവാൻ എന്താണ്? സർവാന്തര്യാമിയുമാണ്, സർവവ്യാപിയുമാണ്, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു. അതേപോലെ എല്ലാം ഭഗവാന്റെ ഉള്ളില്, ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ ഉള്ളിലും സമാഹിതമാണ്. അപ്പൊ ഈ മഹാവിഷം പാനം ചെയ്ത സമയത്ത് അത് ഉള്ളിലേക്ക് പോയാലും പ്രപഞ്ചം നശിക്കും, പുറത്തേക്ക് പോയാലും പ്രപഞ്ചം നശിക്കും. ഭഗവാന്റെ ഖണ്ഡത്തില് ആ വിഷം തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ നീലകണ്ഠൻ എന്ന് പറയും. ഇപ്പൊ ലോകത്തിന് വരാനിരിക്കുന്ന വലിയ മൃത്യുവിനെ, ആ മൃത്യുവിനെ ഇല്ലാതാക്കിയത് കൊണ്ട് ഭഗവാന് മൃത്യുഞ്ജയൻ എന്ന് പറയാറുണ്ട്. അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട്. അതേപോലെ തന്നെ ശുക്രാചാര്യ മഹർഷിക്ക് വലിയ മന്ത്രം, മൃതസഞ്ജീവനി മന്ത്രം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഭഗവാനെ മൃത്യുഞ്ജയൻ എന്ന് പറയാറ്. അപ്പൊ ശിവസങ്കല്പത്തിൽ ശിവന്റെ ഏറ്റവും ഗംഭീരമായ ഒരു ഭാവമാണ് മൃത്യുഞ്ജയ ഭാവം. മൃത്യുഞ്ജയ ഭാവത്തിൽ നമ്മൾ ഭഗവാനെ ഉപാസിക്കുകയാണെങ്കിൽ മരണഭയം, അതേപോലെ ഒരുപാട് ഭയങ്ങൾ നമുക്ക് ഇല്ലാതായിട്ട് മാറുമെന്നുള്ളത് സുനിശ്ചിതമാണ്. അപ്പൊ ഈ മൃത്യുഞ്ജയ അഷ്ടകം എന്ന് പറയുന്നത് കേവലം നമുക്ക് പഠിക്കാൻ, അനുസന്ധാനം ചെയ്യാനുള്ള ഒരു കൃതി എന്നതിലുപരി നിത്യജീവിതത്തില് അനുഷ്ഠാനത്തിന് വേണ്ടിയും ഉപാസനയ്ക്ക് വേണ്ടിയും ജപിക്കാൻ സാധിക്കുന്ന ഒരു ഉത്തമമായ കൃതി കൂടിയാണ് ഈ മൃത്യുഞ്ജയാഷ്ടകം. കാരണം മൃത്യുഞ്ജയാഷ്ടകത്തിന്റെ ഋഷി, രചയിതാവ് എന്ന് പറയുന്നത് സാക്ഷാൽ നിശ്ചലദാസ് സ്വാമികളാണ്, മഹാസിദ്ധനാണ്. അവിടുത്തെ ആ സിദ്ധ ഭാവത്തിന്റെ ഉന്നതമായ അവസ്ഥയിൽ നിന്ന് ഭഗവാന്റെ സ്വരൂപവുമായി താതാത്മ്യപ്പെട്ടിട്ടാണ് ഈ കൃതി എഴുതിയത്. അതുകൊണ്ട് ഈ കൃതി നിത്യവും ജപിക്കുക എന്നുള്ളതും നമ്മുടെ ഉള്ളിൽ ഒരുപാട് കരുത്തിന് നൽകുന്നു. ഇനി മൃത്യുവിനെ ജയിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് മൃത്യു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മൃത്യു എന്താണ് എന്നുള്ളതിന് പല പല അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ലോകത്ത് പ്രസിദ്ധമായ അർത്ഥം മൃത്യു എന്ന് പറഞ്ഞാൽ ശാരീരികമായ മരണമാണ്. ക്ലിനിക്കൽ ഡെത്ത് അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞ ശാസ്ത്രം അതിനെ പലതരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഹൃദയമിടിപ്പ്, നാഡീമിടിപ്പ്, ഹൃദയത്തിന്റെ സ്പന്ദനം പൂർണ്ണമായി നിലയ്ക്കുക, മസ്തിഷ്കം പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമാവുക, അതേപോലെ എല്ലാ കോശങ്ങളും പരിപൂർണമായിട്ടും കോശങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി നിൽക്കുക. ഇതിനെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ അതിനെ എന്ത് പറയാം? ശാരീരികമായ മരണം എന്ന് പറയും. ഈ ശാരീരികമായ മരണം മനുഷ്യനെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഏറ്റവും സന്തോഷവാനായ ഒരു വ്യക്തിയോട് നീ നാളെ മരിക്കും കേട്ടോ എന്ന് ചുമ്മാ പറഞ്ഞാൽ അദ്ദേഹത്തിന് ആകെ ഭ്രമം വരും. മനുഷ്യൻ എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും എപ്പോഴും ഉള്ളിനുള്ളിൽ ഭരിക്കുന്നത് ഞാൻ മരിച്ചു പോകുമോ എന്നുള്ളതാണ്. അപ്പൊ ശാരീരികമായ ഒരു മരണം എന്താണ്? അതും മൃത്യുവാണ്. ഈ ശാരീരികമായ മരണത്തെ നമുക്ക് എങ്ങനെയാണ് അതിജീവിക്കാൻ കഴിയുക? ശാരീരികമായ മരണത്തെ ആർക്കെങ്കിലും ഈ ലോകത്ത് അതിജീവിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. കാരണം ശരീരം എന്ന് പറയുന്നത് അസ്ഥിജായതേ വർദ്ധതേ വിപരിണമതേ അവക്ഷ്യതേ വിനശ്യതേ എന്ന് പറയുന്ന ഷഡ്വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. അസ്ഥി അത് ജനിക്കുന്നു, മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നു, ഒരു ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അപ്പൊ ശരീരം ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ
അതിന് മരണം സംഭവിക്കും. അപ്പൊ ശാരീരിക മരണത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ശാരീരികമായ മരണത്തെ മറികടക്കാൻ കഴിയുക? ശാരീരികമായ മരണത്തെ മറികടക്കാൻ കഴിയാവുന്ന ഒരേ ഒരു യുക്തി എന്ന് പറയുന്നത് ശരീര സാപേക്ഷമല്ലാത്ത ഒരു അസ്തിത്വം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മൾ ശാരീരികമായ മരണത്തെ ഏറ്റവും അധികം ഭയപ്പെടാൻ കാരണം ശരീരം ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാവുമല്ലോ, അതോടുകൂടി എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുട്ടികൾ, പേരക്കുട്ടികൾ, അവരുടെ ബന്ധുക്കൾ, സ്വത്തുവകകൾ ഇതൊക്കെ ഇല്ലാതാകുമല്ലോ. അങ്ങനെ ശാരീരികമായ തലത്തിലാണ് തൻ്റെ അസ്തിത്വം. ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ തൻ്റെ അസ്തിത്വം പരിപൂർണമായിട്ടും ഇല്ലാതാകുമെന്ന ഭയം കാരണമാണ് നമുക്ക് ശാരീരിക മരണത്തെ പേടിക്കേണ്ടി വരുന്നത്. എന്നാൽ വിചാരം ചെയ്താൽ ശരീരത്തെ ആശ്രയിച്ച് മാത്രമല്ല എൻ്റെ അസ്തിത്വം. കാരണം നമുക്ക് ആർക്കും തന്നെ ശരീരത്തെ ആശ്രയിക്കാതെ ശരീര നിരപേക്ഷമായ ഒരു അസ്തിത്വത്തിന്റെ അനുഭൂതി ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് ആധ്യാത്മികത പറഞ്ഞു കഴിഞ്ഞാലും, എന്ത് വലിയ പ്രഭാഷണം നടത്തി കഴിഞ്ഞാലും നമ്മളെല്ലാവരും ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? ഈ ശരീരത്തോടു കൂടിയാണ്. ആ ശരീരമുണ്ട്, ഞാൻ ഉണർന്നിരിക്കുന്നു. അപ്പൊ ശരീര സാപേക്ഷമായ നിലയിൽ മാത്രമേ നമുക്ക് നമ്മുടെ അസ്തിത്വത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശരീരം ഇല്ലാതാകുന്ന ഒരു ഘട്ടത്തിൽ എൻ്റെ അസ്തിത്വം ഇല്ലാതാകും എന്നുള്ള വലിയ ഭയം നമുക്കുണ്ട്. കാരണം നമ്മളെല്ലാവരും രാപ്പകൽ അധ്വാനിക്കുന്നത് ഈ അസ്തിത്വത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബം ഉണ്ടാക്കുന്നതാകട്ടെ, ജോലി ഉണ്ടാക്കുന്നതാകട്ടെ, എന്തു ആയിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ മൂല ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ എന്നും അസ്തിത്വവാനായി നിലനിൽക്കണം. ഇതാണ് അടിസ്ഥാന ഉദ്ദേശം. ഞാൻ സന്തോഷവാൻ, സമാധാനവാൻ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ഞാൻ ഉണ്ടാകണം, ഞാൻ ഒരിക്കലും ഇല്ലാതാകരുത്. ശരീരമുള്ളത് കൊണ്ട് ഞാനുണ്ട്. അതുകൊണ്ട് ശരീരം ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതാകും എന്നുള്ള ഭയം കൊണ്ടാണ് ഈ ലോകർക്ക് എല്ലാവർക്കും ശാരീരിക മരണത്തോട് വലിയ ഭയമുള്ളത്. ഈ ശാരീരിക മരണമാകുന്ന മൃത്യുവിനെ ജയിക്കാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് ശരീരമില്ലെങ്കിലും എൻ്റെ അസ്തിത്വം അവിടെ നിലനിൽക്കുന്നു എന്ന അറിവിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അത് നമ്മുടെ അനുഭൂതിയല്ല. ശരീരമില്ലാത്ത ഒരു അസ്തിത്വം, ശരീര സാപേക്ഷമല്ലാത്ത അസ്തിത്വ അനുഭൂതി ഇന്നേ വരെ നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് കരുതി അങ്ങനെ ഒരു അസ്തിത്വ അനുഭൂതി ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. വിചാരത്തിലൂടെ, അനുഭവത്തിലൂടെ നമുക്കതിനെ സിദ്ധമാക്കാൻ കഴിയും. നോക്കൂ, ഒരു പ്രകാരത്തിലും ശരീരത്തിന്റെ കോൺഷ്യസ്, ശരീര സാപേക്ഷമായ ബോധമില്ലാത്ത ഗാഠനിദ്രയിൽ പോലും നമ്മുടെ അസ്തിത്വം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ശരീരം ആണ് ഞാൻ, അല്ലെങ്കിൽ ശരീരം എനിക്കുണ്ട് എന്നുള്ള ബോധമില്ലാത്ത ഡീപ്പ് സ്ലീപ്പ്, നല്ല ഗാഠനിദ്രയിൽ പോലും എൻ്റെ അസ്തിത്വം അവിടെ സുരക്ഷിതമായിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഉപരിയാണ് എൻ്റെ അസ്തിത്വം എന്ന് നമുക്ക് വിചാരത്തിലൂടെ ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കും. ആ വിചാരത്തെ എത്രത്തോളം ആഴത്തിലും തീക്ഷ്ണതയിലും കൊണ്ടുപോകുന്നു, അത്രത്തോളം നമുക്ക് സൈദ്ധാന്തികമായിട്ട് ഉറപ്പിക്കാൻ സാധിക്കും ശരീര സാപേക്ഷമല്ലാത്ത അസ്തിത്വം എനിക്കുണ്ട്. ശരീരം ഇല്ലെങ്കിലും, ഇതൊക്കെ ഇല്ലാതെ പോയാലും ഞാൻ ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് ഗുരു പറഞ്ഞതുപോലെ ശരീരത്തിന്റെ മാറ്റങ്ങൾക്ക് അപ്പുറത്ത് ശരീരം ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള അറിവിലേക്ക് ഉയരുക എന്നുള്ളതാണ് ശാരീരികമായ മരണത്തെ അതിക്രമിക്കാനുള്ള വഴി. ആ അറിവിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ജനിച്ചാലും മരിച്ചാലും നമ്മൾ അതിനെ ഭയപ്പെടില്ല. ഇനി മറ്റൊരു മരണമുണ്ട്. ശാരീരികമായ മരണം മാത്രമല്ല മരണം. മറ്റൊരു മരണം എന്താണ്? ക്ഷണിക മരണം എന്ന് പറയും. എന്താണ് ക്ഷണിക മരണം? ക്ഷണിക മരണം എന്ന് പറയുമ്പോൾ മാറ്റത്തോട് അത്യധികം താതാത്മ്യപ്പെട്ടിട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഈ ഓരോ മാറ്റവും ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷണത്തിലെ കാര്യങ്ങളെല്ലാം അടുത്ത ക്ഷണത്തിൽ. നമുക്ക് ഈ ക്ഷണം ഇവിടെ നിൽക്കുന്നു, ഈ ക്ഷണം ഇവിടെ നിലനിൽക്കുന്നു, ഈ ക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ലോകത്തുമുണ്ടോ അടുത്ത ക്ഷണത്തിൽ അത് പരിപൂർണമായിട്ട് മാറി. അടുത്ത ക്ഷണത്തിൽ പൂർവ്വക്ഷണം മരിച്ചു. ഓരോ ക്ഷണത്തിലും പൂർവ്വക്ഷണം മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് എന്തു പറയുന്നത്? ക്ഷണിക മരണം എന്ന് പറയുന്നത്. ഈ ക്ഷണിക മരണം വലിയ രീതിയിൽ നമ്മെ ദുഃഖിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, സാഹചര്യങ്ങള്, പദവികള്, ഇന്നലെ നമുക്ക് വലിയ നാട്ടിന് വലിയ പേരും പ്രസിദ്ധിയും ഉണ്ടായിരുന്നു, ഇന്ന് നാട്ടിന് ചീത്തപ്പേരാണ്. അങ്ങനെ ഓരോ സംഭവവും നമ്മുടെ ചുറ്റുപാടും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരണത്തെയും മനുഷ്യൻ അത്യധികം ഭയക്കുന്നു. ഞാൻ ഇന്ന് സമ്പന്നനാണ്, നാളെ സമ്പത്ത് എന്ന് പറയുന്ന ഇന്നത്തെ അവസ്ഥ മരിച്ച് ഞാൻ ദരിദ്രനായിട്ട് മാറും. ഞാൻ ഇന്ന് വലിയ പദവിയിൽ വിരാജിക്കുന്നു, ഈ പദവി മരിച്ച് ഞാൻ പദവി ഇല്ലാത്തവനായിട്ട് മാറും. അങ്ങനെ ഓരോ ക്ഷണത്തിലും നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലെ ചിന്തകൾ
അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ ക്ഷണിക മരണം എന്ന് പറയും. ഈ ക്ഷണിക മരണവും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മൃത്യു തന്നെയാണ്. മൃത്യു എന്ന് പറയുമ്പോൾ കേവലം ശാരീരികമായ മരണം മാത്രമല്ല, ഒരുപാട് മൃത്യു ഉണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. 250 മൃത്യുകൾ ഉണ്ട്. അതിലൊരു മൃത്യു മാത്രമാണ് ശാരീരിക മരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ക്ഷണിക മരണത്തെ നമുക്ക് എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? ക്ഷണിക മരണത്തെ മറികടക്കാൻ കഴിയുന്നത് മാറാത്ത ഒന്നിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഈ മാറ്റങ്ങൾ നിരന്തരം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അനുസ്യൂതം പ്രവഹിക്കുന്നു. ആ മാറ്റങ്ങളുമായി താതാത്മ്യപ്പെടുന്നത് കൊണ്ടാണ് ഓരോ നിമിഷവും നാം മരിച്ചു ജീവിക്കേണ്ടി വരുന്നത്. നമുക്കൊരു കുട്ടിയോട് വലിയ പ്രണയം തോന്നുന്നു എന്ന് കരുതാം. മനസ്സിൽ ഒരു പെൺകുട്ടിയോട് വലിയ പ്രണയം തോന്നുന്നു. അപ്പൊ ആ പെൺകുട്ടിയോടുള്ള തീവ്രമായ പ്രണയം നമ്മുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അറിയുന്നു ആ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു, അത് കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഉദാഹരണം പറയുന്നത് പെട്ടെന്ന് നമുക്ക് ലോകസാമാന്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് ആശയത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. അപ്പൊ ആ പെൺകുട്ടി വേറൊരു വിവാഹം കഴിക്കുന്നു. ഉടനെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മനസ്സ് മരിക്കുന്നു. നാം മരിക്കുന്നു. കാരണം മാറുന്ന ഒന്നിനോട് നമ്മുടെ മനസ്സ് സമർപ്പിച്ചത് കൊണ്ട് ആ മാറ്റങ്ങൾക്ക് വിധേയമായി നമ്മുടെ മനസ്സും അനുനിമിഷം മരിക്കുന്നു. നമ്മൾ ആകെ തകർന്നു പോകുന്നു. ഇതിനു മുമ്പുള്ള സന്തോഷവും സമാധാനവും എല്ലാം നശിക്കുന്നു. പരിപൂർണമായിട്ടും നമ്മൾ മരിക്കുന്നു. ഈ മരണത്തെ മറികടക്കാൻ എന്താണ് വഴി? ലോകത്ത് പലതും മാറിക്കൊണ്ടിരിക്കും. മാറാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ മാറാത്തതായിട്ട് ഒരു തത്വമുണ്ട്. ആ മാറാത്ത ഒന്നിൽ മനസ്സിനെ, ബുദ്ധിയെ വെക്കുക എന്നുള്ളതാണ് ക്ഷണിക മരണത്തെ മറികടക്കാനുള്ള ഒരേ വഴി. ഇനി ക്ഷണിക മരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു മരണമുണ്ട്. അതിന് ആചാര്യന്മാര് പറയുന്നത് വ്യക്തിത്വ സാപേക്ഷമായ മരണമെന്നാണ്. നേരത്തെ ശരീര സാപേക്ഷമായ മരണം എന്ന് നമ്മൾ പറഞ്ഞു. ശരീര സാപേക്ഷമായ മരണം പോലെ ഒരു മരണമാണ് വ്യക്തിത്വ സാപേക്ഷമായ മരണം. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. ശാരീരികമായ വ്യക്തിത്വം പോലെ നമ്മുടെ ഒരു മാനസികവും ആധ്യാത്മികവുമായ ഒരുപാട് വ്യക്തിത്വം നമുക്കുണ്ട്. അപ്പൊ ആ വ്യക്തിത്വത്തിന്റെ മരണം എന്താണ്? അതും ഒരു മൃത്യുവാണ്. ഉദാഹരണത്തിന് നമ്മള് വലിയ ഒരു സന്യാസിയാണെന്ന് കരുതുക. സന്യാസി എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിത്വമാണ്. ബാഹ്യമായിട്ട് എന്താണ്? ശാരീരികമായ തലത്തിൽ നമ്മളൊരു മനുഷ്യനാണ്, കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ വ്യക്തിത്വം എന്ന തലത്തിൽ ഞാനൊരു സന്യാസിയാണെന്ന് കരുതുക. അപ്പൊ സന്യാസിയായ ഞാൻ ഈ ലോകരുടെ മുഴുവൻ ആദരവും സ്നേഹവും ഏറ്റുവാങ്ങിക്കൊണ്ട് ധർമ്മപ്രചാരണവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ ചില ഘട്ടത്തിൽ എൻ്റെ സന്യാസ വൃത്തിക്ക് ലോപം വരികയും സന്യാസ വൃത്തിയിൽ നിന്ന് ഞാൻ നിബന്ധിക്കുകയും ചെയ്തു എന്ന് കരുതും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സന്യാസി എന്നുള്ള വ്യക്തി മരിക്കുന്നു. അവിടെ സന്യാസ വൃത്തിയിൽ നിന്ന് നിബന്ധിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ സന്യാസി എന്ന് പറയുന്ന ആ വ്യക്തി അവിടെ മരിച്ചു കഴിഞ്ഞു. അപ്പൊ വ്യക്തിത്വവും മരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ കാലത്തും ധരിച്ചിരുന്ന ഓരോ വ്യക്തിത്വമുണ്ട്. ഒരു ഓഫീസിലെ ബോസ് എന്ന് പറയുന്ന വ്യക്തിത്വം, ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ എന്ന് പറയുന്ന വ്യക്തിത്വം, ഗുരുകുലത്തിലെ ആചാര്യൻ എന്ന് പറയുന്ന വ്യക്തിത്വം, ഒരു വലിയ ബാങ്ക് മാനേജർ എന്ന് പറയുന്ന വ്യക്തിത്വം, അങ്ങനെ അനവധി വ്യക്തിത്വങ്ങൾ നാം ധരിച്ചിട്ടുണ്ട്. ഈ വ്യക്തിത്വങ്ങൾക്കും മരണമുണ്ട്. ഈ വ്യക്തിത്വങ്ങളുടെ മരണം എന്താണ്? ഏറ്റവും ഭീതിദായകമാണ്. അതിനെ മനുഷ്യൻ ഭയക്കുന്നുണ്ട്. ശാരീരികമായ മരണം പോലെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ എൻ്റെ വ്യക്തിത്വം മരിക്കുമോ എന്നുള്ള പേടി. നോക്കൂ, സന്യാസിയാകുന്ന ഒരു വ്യക്തിക്ക് ആ സന്യാസ വൃത്തിയിൽ നിന്ന് നിബന്ധിച്ച് സന്യാസ വൃത്തിയിൽ നിന്ന് പതിക്കുമോ എന്നുള്ള ഭയം ആ വ്യക്തി എപ്പോഴും ഉള്ളിൽ അലട്ടും. താൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം ശാരീരികമായ മൃത്യുവിനോടുള്ള ഭയമാണ്. അതേപോലെ മറ്റൊരു ഭയമാണ് എൻ്റെ വ്യക്തിത്വം മരിച്ചുമോ, ഈ വ്യക്തിത്വം ലോകര് നാളെ കല്ലെറിയുമോ, എൻ്റെ സന്യാസ വൃത്തിയിൽ എനിക്കൊരു അപജയം സംഭവിക്കുമോ, ആ സന്യാസി എന്ന് പറയുന്ന വ്യക്തിത്വം നഷ്ടപ്പെടുമോ. അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളത് ഒരു വ്യക്തിത്വമാണ്. മുഖ്യമന്ത്രിക്ക് ശാരീരികമായ ഒരു വ്യക്തിത്വമുണ്ട്, ഒരു രൂപഭാവമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ പദവി ഒരു വ്യക്തിത്വമാണ്. നാളെ ഈ പദവി ഇല്ലാതാകുമെന്ന് ഭയക്കാൻ കാരണം എന്താണ്? മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ വ്യക്തിത്വം മരിച്ചു പോകുമോ എന്നുള്ള ഭയം. അപ്പൊ ഈ വ്യക്തിത്വമാകുന്ന മൃത്യു, ശാരീരികമായ മൃത്യു, അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്
ശരീരസാപേക്ഷമല്ലാത്തൊരു അസ്തിത്വം തനിക്കുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയരുക. ഇതാണ് ശാരീരികമായ മൃത്യുഞ്ജയഭാവം. അതേപോലെ ക്ഷണിക മരണം, എൻ്റെ ചുറ്റും ഓരോ നിമിഷവും മാറ്റം നടന്നുകൊണ്ടിരിക്കുക. ആ മാറ്റങ്ങളിൽ താതാത്മ്യപ്പെട്ട് ഓരോ നിമിഷവും ഞാൻ മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ക്ഷണിക മരണമാകുന്ന മൃത്യുവിനെ ജയിക്കാൻ, മൃത്യുഞ്ജനായി തീരാൻ വേണ്ടിയിട്ട് മാറ്റമില്ലാത്ത ഒന്നിനോട് നമ്മുടെ ബുദ്ധിയെ താതാത്മ്യപ്പെടുത്തുക. ഇനി വ്യക്തിത്വമാകുന്ന മരണം, എൻ്റെ വ്യക്തിത്വ സാപേക്ഷമായിരിക്കുന്ന മരണം, ആ മൃത്യുവിനെ മറികടക്കാൻ, ആ മൃത്യുവിനെ ജയിക്കാൻ വേണ്ടിയുള്ള ഉപായം എന്ന് പറയുന്നത് ശരണാഗതിയാണ്. ശരണാഗതി എന്ന് പറഞ്ഞാൽ സമ്പൂർണമായിട്ട് നമ്മൾ ഭഗവാനിൽ സമർപ്പിതമാകും. ഇങ്ങനെയാണോ മാർക്കണ്ഡേയൻ ആ ശിവലിംഗത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചത്? മൃത്യുവിന്റെ പാശം വരുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അതേപോലെ വേറെ ആരുമില്ല ഗതി ഹേ രാജയോഗ ജനനി എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് എനിക്കിനി വേറെ ആരുമില്ല, വേറെ ആരും എന്നെ സംരക്ഷിക്കാനില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉറച്ച നിശ്ചയം വരുമ്പോൾ അത്ഭുതകരമായിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കാൻ അവിടെ ഭഗവത് ലീല വിളയാണ്. ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട് നമ്മുടെ സന്യാസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള വ്യക്തിത്വം നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട് നാശത്തിലേക്ക് പോവുകയാണ്. ആ നാശം നമ്മെ ഭയപ്പെടുത്തുന്നു, നാം ഭയക്കുന്നു എന്ന് കാണുന്ന അവസ്ഥയിൽ എനിക്ക് വേറെ ആരുമില്ല ശരണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദങ്ങളിൽ വീണു കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായ രീതിയിൽ അവിടെ ഭഗവത് ലീല വിളയാടി നമ്മുടെ വ്യക്തിത്വത്തെ ഭഗവാൻ സംരക്ഷിക്കും. ഇപ്പൊ നമുക്കറിയാം, ഈ പേരൊക്കെ മറന്നുപോയി, ഹരിനാമ കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വലിയ വിദ്വാനായിരുന്നു, വലിയ സംസ്കൃത പണ്ഡിതൻ. പ്രക്രിയ സർവസ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥം എഴുതിയ ഒരു മഹാത്മാവാണ്. അഷ്ടാധ്യായി കഴിഞ്ഞാൽ, പാണിനി മഹർഷിയുടെ അഷ്ടാധ്യായി കഴിഞ്ഞാൽ ഭാരതത്തിലെ വിദ്വജ്ജനങ്ങൾ ഏറ്റവും അധികം മാനിക്കുന്ന വലിയ ഒരു സംസ്കൃത ഗ്രന്ഥമാണ്, സംസ്കൃത വ്യാകരണ ഗ്രന്ഥമാണ് പ്രക്രിയ സർവസ്. വടക്കേ ഇന്ത്യയിലേക്ക് വ്യാപകമായിട്ട് ഉന്നത സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അത് എഴുതിയത് നമ്മുടെ കേരളത്തിലെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടാണ്. വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് സമകാലീനായിരുന്നു പൂന്താനം. പൂന്താനം ഒരു ഭക്തകവിയായിരുന്നു. പലപ്പോഴും പൂന്താനം ഈ കവിതകളൊക്കെ എഴുതി മേൽപ്പത്തൂരിനെ കാണിക്കുമ്പോൾ അതിന്റെ സംസ്കൃത അർത്ഥങ്ങളും സംസ്കൃത നിയമങ്ങളും ഒന്നും ശരിയാവാത്തത് കൊണ്ട് വലിയ പുച്ഛമായിരുന്നു ഇദ്ദേഹത്തിന്. പല വിദ്വത് സദസ്സുകളിലും മേൽപ്പത്തൂരും പൂന്താനം ഒരുമിച്ചിരിക്കുന്ന വേളയിൽ പൂന്താനത്തിന് വരുന്ന പല പാകപ്പിഴകളും, പല സംസ്കൃതത്തിന്റെ പല പല പാകപ്പിഴകളും അവിടെ ശ്രീകോവിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ് എന്ന് ഭഗവാന്റെ അരുളപ്പാടുണ്ടാവും. ഗുരുവായൂർ ശ്രീകോവിൽ നിന്ന് ആ പൂന്താനം പറഞ്ഞത് ശരി തന്നെയാണ്, അല്ലെങ്കിൽ ആ തെറ്റിനെ, പൂന്താനത്തിന് വന്ന ആ തെറ്റിനെ ശരിയായ രീതിയിലേക്ക് ഭഗവാൻ തന്നെ മാറ്റി കൊടുക്കുമായിരുന്നു. പറഞ്ഞു വന്നത്, ഈ ശരണാഗതി എന്നുള്ളത് അത് വലിയ ലോകത്തിലെ തന്നെ നമ്മെ രക്ഷപ്പെടുത്താൻ, നമ്മെ മൃത്യുവിനെ മറികടക്കാൻ വേണ്ടി, മൃത്യുവിനെ ജയിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഔഷധമാണ്, ഏറ്റവും വലിയ ഉപായമാണ് ശരണാഗതി എന്നുള്ളത്. ശരണാഗതിയുടെ ഗുണം എന്ന് പറയും മറ്റെല്ലാ മേഖലയിലും നമ്മൾ ഉയരണം. അപ്പൊ ശാരീരികമായ മരണത്തെ നമ്മൾ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ശരീര സാപേക്ഷമല്ലാത്തൊരു അസ്തിത്വം എനിക്കുണ്ട് എന്നുള്ള ഉന്നതമായ ആധ്യാത്മികമായ അറിവിലേക്ക് നമ്മൾ ഉയരണം. അങ്ങനെ എല്ലാവർക്കും ഉയരാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം നല്ല പ്രജ്ഞ വേണം, ചിന്തിക്കാനുള്ള കഴിവ് വേണം, ശാസ്ത്രങ്ങൾ പഠിക്കണം. അതേപോലെ ക്ഷണിക മരണത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് മാറ്റമില്ലാത്ത ഒന്നിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കണം. മാറ്റമുള്ള വസ്തുക്കളിൽ നിന്ന് മാറ്റമില്ലാത്ത ഒന്നിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞാൽ കഠിനമാണ്. ഈ രണ്ട് മരണങ്ങളെയും മറികടക്കാൻ, ശാരീരികമായ മരണത്തെയും ക്ഷണികമായ മരണത്തെയും മറികടക്കാൻ എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ശരണാഗതി എന്നുള്ളത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. മനസ്സുകൊണ്ട് അയ്യോ ഭഗവാനെ, ഞാൻ വെറും ശിശുവാണ്, എനിക്ക് ഒന്നും അറിയില്ല, ഒന്നിനെ രക്ഷപ്പെടുത്തി തരൂ എന്ന് മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രക്ഷ അവിടെ ഉണ്ടാകും. നമ്മൾ അറിവില്ലാത്ത ആളാണെങ്കിൽ ആ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ വ്യക്തിത്വം നശിക്കരുത് എന്നുള്ളത് ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ അറിവില്ലായ്മയെ ഭഗവാൻ മനോഹരമായിട്ട് മാറ്റിത്തരും. അതുപോലെ ഞാനൊരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ആ ലക്ഷ്യത്തിന്റെ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാതയിൽ എനിക്ക് ഇടർച്ച വന്നു.
മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അയ്യോ ഭഗവാനെ, ഞാനൊരു സന്യാസിയാകാൻ വേണ്ടി വീടൊക്കെ വിട്ടിറങ്ങി സന്യാസിയായി. പക്ഷെ മായയുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഈ ലോകവ്യവഹാരങ്ങളിൽ ഞാൻ മുഴുകി. ഇതാ എന്റെ സന്യാസവൃത്തി നശിക്കാൻ പോകുന്നു. ഞാൻ എന്റെ മാർഗത്തിൽ നിന്നും ഞാൻ വ്യതിചലിക്കാൻ പോകുന്നു. എനിക്ക് ആരുമില്ല, എന്നെ കാത്തുകൊള്ളണേ ജഗദംബികെ, മഹാമായെ, ഭഗവാനെ എന്ന് ഉള്ളു നൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ ഭഗവാൻ ഓൺ ദ സ്പോട്ട് ഭഗവാന്റെ ഇടപെടൽ ഉണ്ടാവുകയും നമ്മെ ഭഗവാൻ രക്ഷപ്പെടുത്തുകയും നമ്മുടെ സന്യാസവൃത്തി, നമ്മുടെ ആ വൃത്തിയിൽ നിന്ന് ഏറ്റവും ഉന്നതമായ രീതിയിലേക്ക് നമ്മെ ഭഗവാൻ കൈപിടിച്ച് നടത്തുകയും ചെയ്തു. അപ്പൊ ശരണാഗതി എന്നുള്ളത് നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ അറിവില്ലായ്മ ഒന്നും ഭഗവാൻ പരിഗണിക്കില്ല. ശരണാഗതനായ ഒരു ഭക്തനെ എന്ത് വില കൊടുത്തും ഭഗവാൻ രക്ഷപ്പെടുത്തും. ഏത് പ്രപഞ്ച നിയമങ്ങളെ മാറ്റിമറിച്ചു. മരണമെന്ന് പറയുന്ന ആ പ്രാപഞ്ചിക നിയമത്തിൽ ഒരു ഈശ്വര ശക്തിയും ഇടപെടാറില്ല. പക്ഷെ തൻ്റെ ഭക്തന് വേണ്ടിയിട്ട് ഭഗവാൻ ആ നിയമത്തെ പോലും മാറ്റിമറിച്ചു. അപ്പൊ ശരണാഗതനായിരിക്കുന്ന ഭാവത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് മൃത്യുവിനെ ജയിക്കാൻ സാധിക്കും. മൃത്യുവിനെ ജയിക്കാനുള്ള ഏറ്റവും വലിയ ഉപായം എന്താണ്? ശരണാഗതിയാണ്. അപ്പൊ ശാരീരികമായ തലത്തിൽ മരണമുണ്ട്, അതേപോലെ മാനസികമായ വ്യക്തിത്വ തലത്തിൽ മരണമുണ്ട്, ക്ഷണികമായിരിക്കുന്ന മരണമുണ്ട്. ഈ മരണങ്ങളെല്ലാം മറികടക്കാനുള്ള ഉപായങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അപ്പൊ മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മൃത്യുഞ്ജയാഷ്ടകം ജപിച്ച് മൃത്യുഞ്ജയ ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്രകാരത്തിലുള്ള അനേകം മൃത്യുക്കളിൽ നിന്ന്, അനേകം മൃത്യുഭയങ്ങളിൽ നിന്ന് ജയിക്കാനുള്ള മാനസികമായ കരുത്ത് നമുക്ക് വന്നു ചേരും. അപ്പൊ മൃത്യുഞ്ജയത്തെ കുറിച്ച് നമ്മൾ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞു എന്നുള്ളൂ. ഇനി ആ ശ്ലോകത്തിന്റെ താല്പര്യത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്ലോകം ഒന്നും കൂടി ആവർത്തിക്കാം. സത്യം സനാതനമഖണ്ഡമനന്തമാദ്യം ചിദ്രൂപമേകമമലം ശിവമാദിമൂർത്തിം അദ്രീശമർക്കഹുതബും നയനം പുരാരിം മൃത്യുഞ്ജയം മൃഗകിശോരധരം ഭജേഹം. അഹം സത്യം മൃത്യുഞ്ജയം ഭജ. ഞാൻ സത്യമായിരിക്കുന്ന മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. അപ്പൊ സത്യം എന്നുള്ളത് വിശേഷണമാണ്, മൃത്യുഞ്ജയ ഭഗവാൻ ചേർത്തിരിക്കുന്ന വിശേഷണമാണ്. ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ ഭജ് സേവായ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സേവിക്കുക, ആരാധിക്കുക, ആശ്രയിക്കുക, ശരണാഗതനാകുക. ഇത്രയും അർത്ഥങ്ങളാണ് ഭജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ഭജന, ഭജതി, ഭക്തി എന്നുള്ളതൊക്കെ ഉണ്ടായത്. ഈ ഭജ് എന്ന് പറയുന്നത് അതിൽ നിന്നാണ്. സേവായാം, ഭജ് സേവായാം എന്ന് പറഞ്ഞാൽ സേവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരാളെ പൂജിക്കുക, ശുശ്രൂഷിക്കുക, ആരാധിക്കുക, ഒരാളിൽ സമർപ്പിതമാകുക. ഇതിനെല്ലാം ഭജ് എന്ന് പറയുന്നു. അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു. ആരെയാണ് ഭജിക്കുന്നത്? സത്യസ്വരൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാൻ. സത്യം മൃത്യുഞ്ജയം ഭജേ. സത്യം എന്ന് പറഞ്ഞാൽ ഗുരു പറഞ്ഞിട്ടുണ്ട്, സത്യം സനാതനമായ ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിന്റെ അർത്ഥം ത്രികാല അബാധ്യമാണ്. 3 കാലങ്ങളിലും ഒരുപോലെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് എന്തോ അതിനെയാണ് സത്യം എന്ന് പറയുന്നത്. ഞാനിതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ മറ്റൊരു ആചാര്യൻ പറഞ്ഞ ഒരു ഉദാഹരണത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു, ഒരു പരാമർശത്തെ. ഒരിക്കലൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഒരാളെ പിടിച്ചു. ആരോ മോഷ്ടിച്ചുകൊണ്ട് ഓടിപ്പോയ കൂട്ടത്തിൽ ഒരു സന്യാസിയുടെ കാവ്യവേഷമാണ് ധരിച്ചത് ഈ മോഷ്ടാവ്. ഓടിപ്പോയ കൂട്ടത്തിൽ ദൂരെ വേറൊരു സന്യാസി ഇരിക്കുന്നു. പോലീസുകാരൻ കരുതി ഇദ്ദേഹമാണ് സാധനം മോഷ്ടിച്ച് ഓടിയാളുന്നു. പോലീസുകാരൻ ഉടനെ ആയിരിക്കുന്ന സന്യാസിയെ പിടിച്ച് സത്യം പറയണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ബാക്കിയെല്ലാം ഞാൻ പറയാം, പക്ഷെ സത്യം മാത്രം എനിക്ക് പറയാൻ സാധിക്കില്ല. ഇനി സത്യം പറയാനുണ്ട്. വീണ്ടും അദ്ദേഹത്തെ മർദ്ദിച്ചു. ഇത് വേറൊരു ആചാര്യം പറഞ്ഞ കഥയാണ്. എന്നാണ് കഥയുടെ താല്പര്യം. സത്യം നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? സത്യം വാക്കിന് വിഷയമല്ല. വാക്കിന് വിഷയമല്ലാത്ത ഒന്നിനെ എങ്ങനെയാണ് നമ്മൾ വാക്കുകൊണ്ട് പ്രകടമാക്കുക? അപ്പൊ സത്യം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 കാലത്തിലും ഒരേപോലെ നിലനിൽക്കുന്നത് എന്തോ അത് സത്യം. ത്രികാല അബാധ്യത്വം, ഇത് സത്യം. അങ്ങനെയുള്ള സത്യസ്വരൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് ഒന്നാമത്തെ വിശേഷണത്തിന്റെ അർത്ഥം. രണ്ടാമത് പറയുന്നു, അഹം സനാതനം മൃത്യുഞ്ജയം ഭജേ. ഞാൻ സനാതനമായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു എന്ന് പറയും. ഇപ്പൊ സനാ എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിലൊരു അവ്യയമുണ്ട്. അവ്യം എന്നുള്ളതൊരു പ്രത്യേക പദങ്ങളാണ്. അവ്യയം, സനാ. ആ അവ്യയത്തിന്റെ അർത്ഥം എന്നും നിലനിൽക്കുന്നത് എന്നാണ്. അതിന്റെ കൂടെ തന എന്ന് പറഞ്ഞൊരു പ്രത്യയം ചേർന്ന് കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന ശാശ്വതനായിരിക്കുന്ന ഭഗവാൻ. നേരത്തെ നമ്മൾ ത്രികാല അബാധ്യത്വം സത്യം എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു പര്യായമാണ് സനാതനം. എന്നെന്നും നിലനിൽക്കുന്നത് സനാതന ധർമ്മം എന്ന് പറയുന്നത്. എന്നും എല്ലാ കാലത്തും ഒരേപോലെ നിലനിൽക്കുന്ന
എന്തോ ശാശ്വതനായിരിക്കുന്ന എന്തോ അങ്ങനെയുള്ള മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. അഹം അഖണ്ഡം മൃത്യുഞ്ജയം ഭജെ, ഞാൻ അഖണ്ഡമായിരിക്കുന്ന മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. ഒരിക്കലും ഖണ്ഡിതമാകാത്ത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ആശ്രമത്തിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വത ദേശങ്ങളിലോ മാത്രമല്ല ഭഗവത് സാന്നിധ്യമുള്ളത്, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ഭഗവാൻ ഉള്ളതെങ്കിൽ ഭഗവാനെ ഖണ്ഡിതൻ എന്ന് പറയുന്നു. അപ്പൊ അഖണ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുപാടും പരിസരത്തുമെല്ലാം ഭഗവത് സാന്നിധ്യം ഉണ്ട് എന്നർത്ഥം. അപ്പം അഖണ്ഡിതനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. അഹം അനന്തം മൃത്യുഞ്ജയം ഭജ, അനന്തമായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകുന്നില്ല എന്നില്ല, അനന്തമാണ്. ദേശപരമായിട്ട് ഏതെങ്കിലും ഒരു ദേശത്ത് മാത്രം ഭഗവാൻ വസിക്കുന്നില്ല, മറിച്ച് അനന്തമാണ്. കാലപരമായിട്ടും അനന്തമാണ്, ഏതെങ്കിലും ഒരു കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും. ഇനിയോ അടുത്ത വിശേഷണം എന്താണ്? അഹം ആദ്യം മൃത്യുഞ്ജയം ഭജി. ആദ്യം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ മുഴുവൻ കാരണസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, അതുകൊണ്ടാണ് ആദ്യം എന്ന് പറയുന്നത്, ഫസ്റ്റ്. ആദ്യ സ്വരൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. അടുത്തത് അഹം ചിദ്രൂപം മൃത്യുഞ്ജയം ഭജി, ഞാൻ ചിദ്രൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കും. അപ്പൊ ഈ ചിദ്രൂപം എന്താണെന്ന് നമ്മൾ എല്ലാ ക്ലാസ്സിലും ചർച്ച ചെയ്തിട്ടുണ്ട്, എല്ലാ കൃതികളിലും പഠിച്ചിട്ടുണ്ട്. സത്ത്, ചിത്ത്, ആനന്ദം എന്നതിലെ ചിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, കേവലമായ അറിവാണ്. അതായത് അറിവിന്റെ സ്വരൂപത്തിൽ തന്നെ നിലനിൽക്കുന്നതിനെയാണ് ചിദ്രൂപം എന്ന് പറയുന്നത്. ഇപ്പോൾ അറിവ് മറ്റൊന്നിനോട് ചേർന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കുടത്തിന്റെ അറിവ്, കലത്തിന്റെ അറിവ്, സ്വർണത്തിന്റെ അറിവ്, ഇംഗ്ലീഷ് ഭാഷയുടെ അറിവ്, അങ്ങനെ മറ്റൊന്നിനോട് ചേർന്നിട്ടാണ് നമുക്ക് അറിവിനെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റെല്ലാ വിഷയങ്ങളെയും മാറ്റിവെച്ചു കഴിഞ്ഞാൽ അറിവ് അതിന്റെ തനത് സ്വരൂപത്തിൽ അമർന്നിരിക്കും. അതിനെന്തു പറയുന്നു? ചിത്ത് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചിദ്രൂപനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു എന്നർത്ഥം. അഹം ചിദ്രൂപം മൃത്യുഞ്ജയം ഭജേ. ഇനി അഹം ഏകം മൃത്യുഞ്ജയം ഭജേ, ഞാൻ ഏകനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഏകദൈവ വിശ്വാസികളാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയല്ലോ, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, നിങ്ങൾ ബഹുദൈവ ആരാധകരാണ് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ ഇകഴ്ത്താനും നമ്മുടെ ഉള്ളിൽ അപകർഷതാബോധത്തെ ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. നോക്കൂ, ഇവിടെ പറയുന്നു അഹം ഏകം മൃത്യുഞ്ജയം ഭജി, ഞാൻ ഏകനായിരിക്കുന്ന. അപ്പൊ ഏകനായ സങ്കല്പം 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിലുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു സെമറ്റിക് മതങ്ങൾ ഉണ്ടാക്കിയ സംഭവമല്ല ഈ ഏകദൈവ വിശ്വാസം എന്നുള്ളത്. അപ്പൊ ഏകനായ മൃത്യുഞ്ജയനെ ഭജിക്കും. ഞാൻ അഹം ഏകം മൃത്യുഞ്ജയം ഭജെ, ഞാൻ ഏകനായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. അപ്പൊ ഏകൻ എന്ന് പറയുമ്പോൾ സെമറ്റിക് മതങ്ങൾ പറയുന്ന ഏകദൈവ വിശ്വാസത്തിൽ ഏകമല്ല, മറിച്ച് എന്താണ്? മറിച്ച് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഏകം, അല്ലാതെ വിദൂരത്തിൽ ഏതോ ഒരു ആകാശത്തിൽ ഇരിക്കുന്ന ഏകനായ ഒരു ദൈവമല്ല പറയുന്നത്. മറിച്ച് മറ്റൊന്നില്ലാത്ത, അദ്വിതീയമായ, ഏകമേവ അദ്വിതീയം, മറ്റൊന്നില്ലാത്ത, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ അഖണ്ഡവും അനന്തവുമായിരിക്കുന്ന ഒരേ ഒരു വസ്തു, ആ വസ്തു അല്ലാത്ത മറ്റൊന്നുമില്ല. അങ്ങനെയുള്ള ഏകം മൃത്യുഞ്ജയം ഭജ എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഏകനായ മൃത്യുഞ്ജയനെ ഭജിക്കുന്നു. ഇനി അഹം ആദിമൂർത്തി മൃത്യുഞ്ജയം ഭജ, ഞാൻ ആദിമൂർത്തിയായ മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു എന്ന് പറയും. അപ്പൊ ആദിമൂർത്തി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം കേവലമായിരിക്കുന്ന ഈശ്വരന്റെ ഭാവത്തിൽ അമർന്ന് മൂർത്തമായ തലത്തിലേക്ക് പ്രകടമാകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പൊ ആദ്യത്തെ ആ മൂർത്തമായിരിക്കുന്ന ആ ഭാവം എന്താണ്? അതിനെയാണ് ആദിമൂർത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദി ഗുരു എന്ന് പറയുന്നത്. നമ്മുടെ പുരാണങ്ങളിൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകാദികൾ ഉണ്ടാക്കിയിട്ട് അവരെ വംശവർദ്ധനവിന് വേണ്ടിയിട്ടും ഈ ലോകത്തിന്റെ വ്യവഹാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ബ്രഹ്മാവ് ശ്രമിക്കുമ്പോൾ അവർ കുഞ്ഞുനാളിൽ തന്നെ തീവ്രമായ വിരക്തരായിരുന്നു. അവർക്ക് ഈ ലോകത്തോട് യാതൊരു അഭിരുചി ഉണ്ടായിരുന്നു. തീവ്രമായ വിരക്തി കാരണം ലോകത്തെ തന്നെ പരിപൂർണമായും ത്യാഗം ചെയ്ത് അവർ ഹിമാലയത്തിലോ മറ്റോ പോയിട്ട് തപസ് ആരംഭിക്കുക, അറിവിന് വേണ്ടി ഒരു ഗുരുവിനെ അന്വേഷിക്കുക. അപ്പൊ അവർക്ക് അറിവ് കൊടുക്കാൻ വേണ്ടി, അവരിലേക്ക് അറിവ് പകരാൻ വേണ്ടി സ്വയം ഈശ്വരൻ എന്ത് ചെയ്തു? ആദി ഗുരുവായി ദക്ഷിണാമൂർത്തിയായിട്ട് അവതരിച്ച് അവർക്ക് മൗനത്തിലൂടെ, മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം, മൗനത്തിലൂടെ അവർക്ക് അറിവിനെ പകർന്നു കൊടുത്തു. ലോകത്തിന്റെ ആദ്യ ഗുരുവാണ് ഭഗവാൻ. ആദ്യമായിട്ട് സനകാദികൾക്ക് അറിവ് ഗുരുശിഷ്യ ഭാവത്തിൽ പകർന്നു കൊടുത്ത ആ പരമ്പരയുടെ ആദ്യമാണ് ദക്ഷിണാമൂർത്തി. ആ ദക്ഷിണാമൂർത്തിയാണ് ഇവിടെ നിശ്ചലാസ്വാമികൾ ആദിമൂർത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഹം ആദിമൂർത്തി മൃത്യുഞ്ജയം ഭജ, ഞാൻ ആദിമൂർത്തി ആയിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ
ഭജിക്കുന്നു എന്നർത്ഥം. അഹം അദൃശ്യം മൃത്യുഞ്ജയം ഭജി. അപ്പൊ ആ പുസ്തകം നോക്കിയാൽ വാക്കെല്ലാം കാണാൻ പറ്റും. അഹം അദൃശ്യം മൃത്യുഞ്ജയം ഭജി. അദ്രി എന്ന് പറഞ്ഞ പർവ്വതങ്ങൾ. പർവ്വതങ്ങളുടെ രാജൻ ആരാണ്? പർവ്വതങ്ങളുടെ രാജൻ കൈലാസ പർവ്വതമാണ്, ഹിമാലയത്തിലെ കൈലാസം. അപ്പൊ കൈലാസനാഥനായിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് പറയുന്നു. ഇനി നോക്കൂ, അടുത്തൊരു രസകരമായ വിശേഷണം. അഹം അർക്കഹുതഭും നയനം മൃത്യുഞ്ജയം ഭജി. അർക്കം എന്ന് പറഞ്ഞ സൂര്യൻ, ഹുതഭുങ് എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. ഇപ്പൊ നമ്മളൊരു ഹോമത്തിൽ ഹോമിക്കുന്ന വസ്തുക്കളുണ്ട്. എള്ള്, നാളികേരം, നെയ്യ്, അവില്, മലര്, ഇതൊക്കെ ഹോമത്തിൽ ഹോമിക്കുന്ന വസ്തുക്കളാണ്. ഈ വസ്തുക്കളെയാണ് ഹുതം എന്ന് പറയുന്നത്, ഹോമിക്കപ്പെടുന്നത്. ഈ ഹുതത്തെ ബുങ് എന്ന് പറയുമ്പോൾ കഴിക്കുക, ഭുജിക്കുക. ഹോമദ്രവ്യങ്ങളെ കഴിക്കുന്നവരാരാണ്? അഗ്നിയാണ്. അപ്പൊ ഹുതബുങ് എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ പര്യായമാണ്. അപ്പൊ ശിവഭഗവാന് 3 കണ്ണുണ്ടെന്ന് പറയുന്നു. 3 കണ്ണുകൾ. ഏതൊക്കെയാണ് ആ കണ്ണുകള്? ആ കണ്ണുകള് സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നിവയാണ്. അപ്പൊ സൂര്യനും അഗ്നിയും ശിവന്റെ 2 കണ്ണാണ്. അപ്പൊ അർക്കഹുതബുങ് നയൻ എന്ന് പറയുമ്പോൾ സൂര്യനാകുന്ന കണ്ണ്, അതേപോലെ ചന്ദ്രനാകുന്ന കണ്ണ്, അല്ലെങ്കിൽ അഗ്നിയാകുന്ന കണ്ണ്. ഹുതബും എന്ന് പറഞ്ഞാൽ അഗ്നി. അപ്പൊ ഇപ്രകാരം സൂര്യനും അഗ്നിയും കണ്ണുകളായുള്ള മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നർത്ഥം. അഹം പുരാരി മൃത്യുഞ്ജയം ഭജി. ഞാന് ത്രിപുരന്മാരുടെ ശത്രുവായ മൃത്യുഞ്ജയനെ ഭജിക്കും. തരുണാക്ഷൻ, കമലാക്ഷൻ, വിദ്യന്മാര് എന്ന് പറയുന്ന 3 രാക്ഷസന്മാർ ഒരു പ്രത്യേക വരം നേടിയിട്ടുണ്ട്. അവരൊരു പ്രത്യേക പറക്കുന്ന ഒരു പ്രത്യേക ഒരു, നമ്മൾ ഇന്നത്തെ സ്പേസ് സെന്റർ പോലെ, ആകാശത്തിലെ സ്പേസ് സെന്റർ പോലെ പറക്കുന്ന ഒരു 3 കൊട്ടാരങ്ങൾ, 3 പറക്കും തളിക, സ്വർണത്തിന്റെയും വെള്ളിയുടെ ഇരുമ്പിന്റെ ഒക്കെ 3 പറക്കും തളിക വരത്തിലൂടെ സ്വന്തമാക്കി. എന്നിട്ട് ഈ പറക്കും തളികയിൽ കയറി ലോകം മൊത്തം ഇങ്ങനെ കറങ്ങി സഞ്ചരിച്ച് എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞൊരു പ്രത്യേക ടെക്നിക്ക് അവർ പറഞ്ഞു, ഈ 3 തളികയുടെ 3 പുരങ്ങളും എപ്പോഴാണോ നേർരേഖയിൽ വരുന്നത് ആ സമയത്ത് ഒറ്റ അമ്പിലൂടെ ഈ 3 പുരങ്ങളെയും ഇല്ലാതാക്കാൻ ആർക്ക് കഴിയുന്നു അവർക്ക് മാത്രമേ ഞങ്ങളെ വധിക്കാൻ സാധിക്കുന്നു പറയും. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ഈ 3 പുരങ്ങളെയും ഇപ്രകാരം ഭഗവാൻ ഇല്ലാതാക്കി മാറ്റി. അതുകൊണ്ട് ഭഗവാനെ പുരാരി, ത്രിപുരാന്തകൻ എന്ന് പറയും. ആ വാക്കാണ് ഇവിടെ സ്വാമികൾ പ്രയോഗിച്ചത്. അഹം പുരാരി മൃത്യുഞ്ജയം ഭജി. ഞാന് പുരാരി ആയിരിക്കുന്ന, ത്രിപുരന്മാരുടെ ശത്രുക്കളായിരിക്കുന്ന മൃത്യുഞ്ജയനെ ഭജിക്കുന്നു എന്ന് പറയും. അഹം മൃഗകിഷോരധരം മൃത്യുഞ്ജയം ഭജി. മൃഗം എന്ന് പറഞ്ഞാൽ മാൻ, മൃഗകിഷോരം എന്ന് പറഞ്ഞാൽ മാൻകുട്ടി, മാൻപേട. മാൻപേടയെ കയ്യിൽ ധരിക്കുന്ന ശിവന്റെ ചില പൗരാണിക രൂപത്തിൽ ഒരു മാനിനെ ഇങ്ങനെ കയ്യിൽ ധരിച്ച് ഒരു ചിത്രം കാണാം. മാൻ എന്ന് പറഞ്ഞാൽ മനസ്സാണ്, മനസ്സിനെ അടക്കിയവൻ എന്ന അർത്ഥത്തിൽ ആ ചിത്രത്തിന്റെ പ്രതീകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മാൻപേടയെ കയ്യിൽ ധരിക്കുന്ന ഭാവത്തോട് കൂടിയുള്ള മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഇതിന് താല്പര്യം. അതിന്റെ ഇടയിൽ അഹം ശിവം മൃത്യുഞ്ജയം ഭജെ എന്നൊരു വിശേഷണം കൂടിയുണ്ട് ആദിമൂർത്തിയുടെ മുമ്പിലായിട്ട്. ഞാൻ ശിവനാകുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഭജിക്കുന്നു എന്ന് പറയും. ശിവം എന്നുള്ള ഭഗവാന്റെ ആ പേര്, പ്രസിദ്ധമായ പേര്, ആ പ്രസിദ്ധമായ പേരിന്റെ അർത്ഥം അത് വളരെയധികം ആഴത്തിലുള്ള ഒന്നാണ്. ശിവൻ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഷീങ് എന്നുള്ളൊരു സംസ്കൃത ധാതു ഉണ്ട്, ഷീങ്. അതിന്റെ അർത്ഥം ഉറങ്ങുക എന്നാണ്. ഷീങ് ഷേദെ. ആരാണ് ഉറങ്ങുന്നത്? അവൻ ശിവൻ. ആഹാ, അതെങ്ങനെ അർത്ഥം ശരിയാകും? ശിവൻ എങ്ങനെയാണ് എല്ലാ കാലം ഉറങ്ങുന്ന വ്യക്തിയാണ്. ആ ധാത്വർത്ഥം അങ്ങനെയാണ്, ഷീങ് ഷേദെ, ഷീങ് ഷയതി. ഷീങ് എന്ന് പറയുമ്പോൾ ഉറങ്ങുക. ആരാണോ ഉറങ്ങുന്നത് അവൻ ശിവൻ. അപ്പൊ ഉറങ്ങുക എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഉറങ്ങുന്ന വേളയിൽ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, മനസ്സ്, ബുദ്ധി തുടങ്ങിയ അന്ധകരണങ്ങളും പഞ്ചപ്രാണനുകളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം അത് പൂർണ്ണമായിട്ടും ലയിക്കുകയാണ് കാരണശരീരത്തിലേക്ക്. അപ്പൊ കാരണശരീരത്തിലേക്ക് ഇന്ദ്രിയങ്ങളെ ലയിപ്പിക്കുന്ന അവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൃഷ്ടിയുടെ പ്രളയകാലത്ത് സമ്പൂർണ്ണ സൃഷ്ടിയെയും പൂർണ്ണമായിട്ടും തന്നിലേക്ക് സംഹരണം ആരാണോ ചെയ്യുന്നത്, സംഹാരദേവൻ എന്നാണ് ശിവനെ പറയുന്നത്. ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ ഉറങ്ങുമ്പോൾ കാരണശരീരത്തിലേക്ക് സംഹരണം ചെയ്യപ്പെടുന്നത്, അതേപോലെ മുഴുവൻ പ്രപഞ്ചവും ആരിലേക്കാണോ പ്രളയകാലത്ത് സംഹൃതമാകുന്നത്, സംഹരണം ചെയ്യപ്പെടുന്നത്, അവൻ ആരോ അത് ശിവൻ എന്നർത്ഥം. അപ്പൊ ഇപ്രകാരമുള്ള എല്ലാ വിശേഷണ യുക്തങ്ങളാലും ചേർന്നിരിക്കുന്ന മൃത്യുഞ്ജയ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു, ഞാൻ ഉപാസിക്കുന്നു, ഞാൻ സേവിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം അർത്ഥം. അപ്പൊ നമ്മളിത് വളരെ വിശദമായിട്ട് സ്പീഡിൽ
പറഞ്ഞു പോകാൻ കാരണം ഇതിലെ പല പദങ്ങളും ഇതിനു മുമ്പും കൃതികളിലൂടെ നമ്മൾ വിശദമായി വ്യാഖ്യാനിച്ചതാണ്. അതുകൊണ്ട് ആവർത്തന വ്യാഖ്യാനം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർത്ഥത്തെ സാമാന്യമായിട്ട് മാത്രം പറഞ്ഞു പോയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ അടുത്ത ശ്ലോകത്തെ ചിന്തിക്കാം. ഓം തത്സത്ത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു.